Hi all, myself Advais Chambers. ദുബായ് ആസ് എ സ്റ്റഡി ഡെസ്റ്റിനേഷൻ എങ്ങനെയുണ്ടാവും? വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് നാളുകളായിട്ട് ഇന്ത്യയായിട്ട് വളരെ ക്ലോസ്ലി വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ള ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ അറ്റ് ദ മൊമെന്റ് ഉള്ള ഒരു ഏറ്റവും കൂടുതൽ ബൂമിങ് ചെയ്യുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ് ദുബൈയുടെ കേസിൽ. ദുബൈയില് മോർ ദാൻ 69+ യൂണിവേഴ്സിറ്റീസിന്റെ ഓൺ ക്യാമ്പസ് ഉണ്ട്. അതായത് ദുബൈയിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അത് കൂടാതെ അതർ എമിറേറ്റ്സിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ ഓൺ ക്യാമ്പസ് ദുബൈയിലുണ്ട്. പ്ലസ് US, UK, ഓസ്ട്രേലിയ, ജർമ്മനി പോലുള്ള കൺട്രീസിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെയും അവരുടെ ഓൺ ക്യാമ്പസസ് ദുബൈയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദുബൈയിൽ പഠിച്ച് വെരി നിയർ ടു ഇന്ത്യ ആണ് ഫസ്റ്റ് തിങ്. നമ്മളുടെ ഫാമിലീസിലുള്ള ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ് ദുബൈ എന്ന് പറയുന്നത്. സോ പാരന്റ്സും ക്വയറ്റ് ഓക്കെയാണ്, അല്ലെങ്കിൽ അവർക്കൊന്നും പേടിക്കാനില്ല. കുട്ടികൾ പോകുന്ന വളരെ നിയർ ബൈ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് എത്താവുന്ന ഒരു ദൂരത്തിലാണ് ദുബൈ എന്ന് പറയുന്നത്. പ്ലസ് ബാക്കി പലരും അവിടെ നമുക്ക് ഹെൽപ്പിനുണ്ട്. സെക്കൻഡ് തിങ് ഈസ് ലൈക്ക്, നമുക്ക് അക്കൗണ്ടിൽ ഇത്ര ഫണ്ട് ഇട്ട് വെക്കണം എന്നൊരു കൺസെപ്റ്റ് ദുബൈക്ക് ഇല്ല. അതായത് ഇത്ര ഓൾഡ് ഫണ്ട് ആയിരിക്കണം, 1 month ഓൾഡ് ഫണ്ട് ആയിരിക്കണം, 6 months ഓൾഡ് ഫണ്ട് വേണം, 3 months ഓൾഡ് ഫണ്ട് വേണം എന്നൊരു ഫണ്ട ദുബൈക്ക് ഇല്ല. മറ്റുള്ള കൺട്രീസിലുള്ള പോലെ IELTS മസ്റ്റ് ആണെന്നോ, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് സ്ട്രിക്റ്റ് ആണെന്നോ, വിസ റൂൾസ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ദുബൈക്ക് ഇല്ല. ആസ് എ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ആസ് ഐ സെഡ്, നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. UG പ്രോഗ്രാംസിലും PG പ്രോഗ്രാംസിലും ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അപ് ടു 50% ഓഫ് സ്കോളർഷിപ്സ് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ് ദുബൈയിലുണ്ട്. ആസ് ഐ സെഡ്, ക്യാമ്പസ് ട്രാൻസ്ഫേഴ്സ് എടുക്കാം. ലൈക്ക് ദുബൈയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മലേഷ്യയിലേക്കോ, ദുബൈയിൽ സ്റ്റാർട്ട് ചെയ്ത് UK-യിലേക്കോ, ദുബൈയിൽ സ്റ്റാർട്ട് ചെയ്ത് ജർമ്മനിയിലേക്കോ, ദുബൈയിൽ സ്റ്റാർട്ട് ചെയ്ത് ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ നമുക്ക് ക്യാമ്പസ് ട്രാൻസ്ഫേഴ്സ് എടുക്കാവുന്ന യൂണിവേഴ്സിറ്റീസ് ദുബൈയിലുണ്ട്. അതും ബാക്കി ഒരു കൺട്രിക്കും ഇല്ലാത്ത ഒരു ഹൈലൈറ്റ് ആണ്. ലൈക്ക് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടെന്നുള്ളത്. അത് ഡിപ്പെൻസ് ഓൺ ദി യൂണിവേഴ്സിറ്റി, വാരി ചെയ്യുന്ന ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ. PG പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ദുബൈ ഗവൺമെന്റ് ആസ് അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ജോബ് ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സ്റ്റഡീസ് ഈവനിങ് അല്ലെങ്കിൽ വീക്കെൻഡ് സ്റ്റഡീസിലോട്ട് മോഡ് മാറ്റുന്നുണ്ട്. പാർട്ട് ടൈം അല്ല നിങ്ങളുടെ സ്റ്റഡീസ്, ഇറ്റ് ഇസ് സ്റ്റിൽ എ ഫുൾ ടൈം കോഴ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം യു വിൽ ഡു എ ഫുൾ ടൈം ജോബ് ആസ് വെൽ. ദുബൈയുടെ ആപ്ലിക്കേഷൻ ആൻഡ് അഡ്മിഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഈസിയസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പ്രോസസ് കുറച്ചും കൂടെ ലെസ് കോംപ്ലിക്കേഷൻ ആണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരുപാട് ഹെൽപ്പ് ഉണ്ട് നമുക്ക്. ആൻഡ് വിസാസ് ഫയൽ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് സ്റ്റുഡൻസിന്റെ വിസാസ് ഫയൽ ചെയ്യുന്നത്. നമ്മൾ അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫണ്ടിങ് ഞാൻ പറഞ്ഞു, ഇത്ര ഫണ്ട് അക്കൗണ്ടിൽ ഇട്ട് വെക്കണം എന്നുള്ളൊരു ക്ലോസ് വിസയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫീസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ലിവിങ് എക്സ്പെൻസ് ആ ടൈം ആകുമ്പോഴും ഇവിടുത്തെ പാരന്റ്സിന് അല്ലെങ്കിൽ ആരാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് നിങ്ങൾക്ക് അയച്ചിടാവുന്നതേ ഉള്ളൂ. PG സ്റ്റുഡൻസിന് ഫുൾ ടൈം ജോബ് ചെയ്യാന്ന് പറഞ്ഞു, അത് ലീഗലി ഗവൺമെന്റ് അലോ ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ പല യൂണിവേഴ്സിറ്റിയുടെയും ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ബിസിനസ് സെന്റേഴ്സ് ആണ്, പ്രൈം ലൊക്കേഷൻസ് ആണ് ദുബൈയിൽ. നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബ് കിട്ടാൻ വലിയ ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി പോലുള്ള ഒരുപാട് കോഴ്സസിന് അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയും കൂടാണ് ദുബൈ എന്ന് പറയുന്നത്. സോ സെപ്റ്റംബർ 2025 ഇൻടേക്കിലോട്ട് അഡ്മിഷൻ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us. Okay, thank you so much.